എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എൻ്റെ പേര് സുധാകരൻ ടിക്കോയി. ഞാൻ KTDCയിലാണ് ജോലി ചെയ്തിരുന്നത്. കേരള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും KSRTC ജീവനക്കാർക്കും പെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. എന്നാൽ KTDC ജീവനക്കാർക്ക് പെൻഷൻ ഇല്ല, ഇപ്പോഴും ഇല്ല. എന്താണ് ഇങ്ങനെ ഒരു വ്യത്യാസമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. ഇതിൻ്റെ കാരണഭൂതൻ ആരാണെന്ന് പറഞ്ഞുകൂടാ. എന്നിരുന്നാൽ തന്നെയും ഒരു നിശ്ചിത വരുമാനം മാസം തോറും ഉണ്ടായിരിക്കുക, അത് വയസ്സനാം കാലത്ത് അത് ഇല്ലാതാകുക, എന്നിട്ട് മുന്നോട്ട് ജീവിക്കുക എന്ന് പറഞ്ഞത് ഒരു ദുഷ്കരമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പല പല മാർഗങ്ങളിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തിനെ കൊണ്ടു നടക്കാനായിട്ട് പരീക്ഷിച്ച് നോക്കി. പുസ്തകം പബ്ലിഷിങ്, തേനീച്ച വളർത്തൽ, കുറ്റിമുല്ല വളർത്തൽ, പിന്നെ സുഭാഷ് പാലേക്കറുടെ കൃഷി രീതി, അതെല്ലാം ചെയ്ത് ഞാൻ അവസാനം വന്ന് നോക്കിയപ്പോൾ ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാവുന്ന കൃഷി കൂണ് വളർത്തലാണെന്ന് മനസ്സിലാക്കി. അതിന് പക്ഷേ ഇച്ചിരി തുക അധികം വേണമായിരുന്നു. അതുകൊണ്ട് 1,00,000 രൂപ ഞാൻ കടവും കൊടുത്തു. പക്ഷേ ആദ്യകാലങ്ങളിൽ കുറേ എല്ലാം മെച്ചപ്പെട്ടു വന്നെങ്കിലും പിന്നീട് എനിക്കത് തുടർന്ന് കൊണ്ടുപോകാൻ വയ്യാത്തൊരു സ്റ്റേജിലെത്തി. അപ്പോൾ ഞാനിതുകൊണ്ട് മനസ്സിലാക്കുന്നത്, പെൻഷൻ എന്ന് പറഞ്ഞ ഒരു അവസ്ഥ അത് ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം വേണ്ടതല്ല. എല്ലാ ജനങ്ങൾക്കും ഒരു മിനിമം പെൻഷൻ 10,000 രൂപ വേണം എന്നുള്ള ആ ആശയത്തിന് വലിയ പിന്തുണ കൊടുത്ത് നടപ്പിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നെടുത്ത് കൊടുക്കുന്ന പെൻഷൻ ഒരു കുടുംബത്തിന് 50,000-ൽ കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല. വിശിഷ്യ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് കൃത്യമായ വരുമാനം എല്ലാ മാസവും ഉണ്ടായിരുന്നതാണ്. അതിൽ നിന്ന് പിടിച്ചു വെച്ചിട്ട് വേണം EPF പോലെ ഇവർക്ക് പെൻഷൻ കൊടുക്കാൻ. ഈ പെൻഷൻ എങ്ങനെയായാലും 30,000 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ കഷ്ടിച്ചൊരു കുടുംബത്തിന്, 2 പേർ അടങ്ങുന്ന കുടുംബത്തിന് ജീവിക്കാൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ സാധിക്കും. അതേ സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരു വിഭാഗം ആൾക്കാർ അവർ വലിയ ഭാരിച്ച ഉദ്യോഗം ഭരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ലക്ഷങ്ങളും കൊടുക്കുകയും ഒരു വിഭാഗം ആൾക്കാർക്ക് അവർക്ക് ഈ തൊഴിൽ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നവരാണെങ്കിലും അവർക്ക് കിട്ടാതെ പോയതിൻ്റെ പേരിൽ അവർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥ, പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ആ ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് മിനിമം പെൻഷൻ 10,000 രൂപ ഒരാൾക്ക് ഒരു 70 വയസ്സാകുമ്പോഴെങ്കിലും കൊടുക്കണം. അതിന് ശേഷം മാക്സിമം പെൻഷൻ 50,000 മതി എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.